അതായത് ഭാഗവത കഥകളെ അവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്ത് നാരദരോട് ബ്രഹ്മാവ് നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നാരദരോട് ഈ ബ്രഹ്മാവ് പറയുന്നൊരു വാക്കുണ്ട്, ഇതം ഭാഗവതം നാമ. ഇത് ഭാഗവതം എന്ന പേരിൽ അറിയപ്പെടുന്നു. എൻ മേ ഭഗവതോതിതം, എനിക്ക് ആര് പറഞ്ഞു തന്നു? ഭഗവതോതിതം, ഭഗവാനാൽ ഓതി തന്നതാണ്, ഭഗവാൻ പറഞ്ഞു തന്നതാണ് എന്നർത്ഥം. പറഞ്ഞു തന്നു എന്നാണ്. പക്ഷെ ഇത് ആശയമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞു തന്നു എന്ന് പറയാൻ കാരണം. പിന്നെ ഈ ശ്ലോക രൂപത്തിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ അത് പിന്നീട് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ശ്ലോക രൂപത്തിലായിട്ട് മാറിയത്. മുമ്പ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ചെറിയൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ ശ്ലോക രൂപത്തിലാണോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഗീതയെ ഉദ്ധരിച്ചിട്ടാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ ആ ശ്ലോകങ്ങൾ ഇങ്ങനെ കേട്ട് നമുക്കങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല അത്, അല്ലേ? വെറുതെ ഒന്ന് വിചാരിച്ച് നോക്കൂ. കുരുക്ഷേത്രം എന്ന ഒരു യുദ്ധഭൂമിയിലെ ഇരു സൈന്യങ്ങളുടെ നടുക്ക് ഇങ്ങനെ നിന്നിട്ട്, അതാ ഒരു ഭാഗത്ത് അർജുനുണ്ട്, വേറൊരു ഭാഗത്ത് കൃഷ്ണനുണ്ട്. അവിടെ വെച്ച് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞ് സ്തുതിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർക്ക് അറിയുന്ന ഭാഷ, ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നില്ലേ, ഇതുപോലെ അന്ന് അവർക്ക് അറിയുന്ന അവരുടേതായിട്ടുള്ള ഭാഷയിൽ അർജുൻ എന്ത് ചെയ്തു വെച്ചാൽ ചില ചോദ്യങ്ങൾ കൃഷ്ണനോട് ചോദിച്ചു. കൃഷ്ണനാവട്ടെ ആത്മതത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്ക് അർജുനന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ അങ്ങോട്ടും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അന്ന് അവർ തമ്മിലുണ്ടായ ഈ സംവാദം അത് നല്ലൊരു ആശയമായതുകൊണ്ട് ഇത് കലികാലത്തെ ജനങ്ങൾ പഠിക്കണം എന്ന നല്ല ഉദ്ദേശത്തിൽ വ്യാസഭഗവാൻ എന്ത് ചെയ്തു? വ്യാസഭഗവാൻ അതിനെ മധ്യേ മഹാഭാരതം, ആ മഹാഭാരത മധ്യേ അത് എടുത്തു വെച്ചു. ഈ 18 അധ്യായങ്ങളായിട്ട് അവിടെ എടുത്തു വെച്ചു. അത് ശ്ലോക രൂപത്തിലായതുകൊണ്ട് പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ ഗദ്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തലയിൽ കയറാനും പറ്റില്ല, കയറുമില്ല അത്, അല്ലേ? ഇതിപ്പോൾ ഗദ്യത്തിൽ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണത്. ഇന്നാളെന്നത് പറഞ്ഞു, പറഞ്ഞു എന്നത് കൊടുത്ത് ഉത്തരം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ശ്ലോക രൂപത്തിലാവുന്ന സമയത്തോ ഇതിങ്ങനെ ചൊല്ലി അവസാനം ഇത് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതൊരു ആശയം. ഭഗവതോദിതം, ഭഗവാനാൽ പറയപ്പെട്ടത്, ആ ഭഗവാന്റെ മുഖത്തുനിന്ന് ഉദ്ഭവിച്ചുണ്ടായത് ഭാഗവതം. ഇനി ഈ ഭാഗവതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ്. ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇത് വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കഴിവിനനുസൃതമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഇത് നമ്മളിലൂടെ ഒഴുകി പോണത്. ഇല്ലെങ്കിൽ ഒഴുക്കില്ല. ഈ ഒഴുക്ക് നിലച്ച് കഴിഞ്ഞാൽ അഴുക്കാവാൻ സാധ്യതയുണ്ട്. ഈ ജ്ഞാനത്തിന് തന്നെയാണ് കുഴപ്പം. എന്താ ജ്ഞാനം പകർന്നു കൊടുക്കാത്ത പണ്ഡിതൻ പാമരന് തുല്യനാണെന്ന് പറയും. ഒരുപാട് പഠിച്ചു, പക്ഷേ ഒരു ഉപകാരം ആർക്കും ഇല്ലെങ്കിൽ പിന്നെ അയാളെ കൊണ്ട് എന്താണ് നേട്ടമുള്ളത്? യാതൊരു നേട്ടമില്ല. അപ്പോൾ എന്തൊരു പാണ്ഡിത്യം, എന്തൊരു ജ്ഞാനാണോ നാം സമ്പാദിച്ചത്, ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഭാഗവതം കേൾക്കണ്ടോ? ഭാഗവതം പഠിക്കുക. ഭാഗവതം പഠിക്കണ്ടോ? ഭാഗവതം പഠിപ്പിക്കുക. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അർഹിക്കുന്നിടത്ത് പോയിട്ട് അർഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. അതും അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലാണോ മനസ്സിലാവുക, ആ രീതിയിൽ വേണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ സപ്താഹ